ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഡൗട്ട് അടിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എൻ്റെ ഒരു നല്ലൊരു ഐഡിയ ഉണ്ട്, ഞാൻ പറഞ്ഞത്. എന്നാൽ നിങ്ങളെക്കാൾ അതിലേറെ മടിയും അതിലേറെ ചളിപ്പുള്ള ആളായിരുന്നു. ചളിപ്പ് മാത്രമല്ല, തോന്നൽ, എൻ്റെ മാത്രം തോന്നൽ. ഈ സിനിമ നടക്കണം, നീ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് വല്ല ചാൻസും കിട്ടും? ഒരു കാര്യമില്ല, എൻ്റെ മാത്രം തോന്നലായിരുന്നു. നീ ഈ പരിപാടിയൊക്കെ ചെയ്യുന്ന നാലാൾ അറിയണ്ടേ? എന്നാലേ നിനക്ക് ചാൻസ് വല്ലതും തരാൻ പറ്റുള്ളൂ. അവനവന്റെ കഴിവിൽ വിശ്വസിച്ച് ഈ പ്ലാറ്റ്ഫോമിലൊക്കെ വീഡിയോ ഇട്ടവൻ ഇന്ന് വലിയ നിലയിലാണ്. വലിയ വലിയ കാറ്, വലിയ വലിയ ബംഗ്ലാവ്, കുടിക്കാൻ കൊക്കക്കോള. എന്തൊരു നല്ല ജീവിതം. അത് നോക്കി ഇങ്ങനെ ഇരുന്നോ? എടേ, ആ സമയത്ത് വല്ല വീഡിയോ ഇട്ടിട്ട് എവിടെയെങ്കിലും മെച്ചം പിടിക്കാൻ നോക്കണേ. അല്ല പിന്നെ, ഐ ലവ് ദിസ് ലൈഫ് വിച്ച് ഐ ഹാവ് നോട്ട് എക്സ്പെക്ടഡ് ഇൻ മൈ ലൈഫ്. എന്ത് രസമാണ് ഇത്. കണ്ടിരിക്കുന്നവന്മാരുണ്ടാവും ഇതില്. എന്റെ ചേട്ടൻ, ചേച്ചി, അവരുടെ പിള്ളേര്, അച്ഛൻ, എല്ലാവരും പറഞ്ഞു, എടാ നീ വല്ല യൂട്യൂബില് ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ ഇട്ട് എന്തെങ്കിലും ആവാൻ നോക്ക്. മൈ ഈഗോയിസ്റ്റിക് മൈൻഡ്. ഒരു കാര്യം ഉണ്ടായില്ല. ഇപ്പൊ എവിടെ എത്തി പറ? ഇപ്പൊ ഇവിടെ തന്നെ എത്തി അല്ലേ? ഇത്രേ ഉള്ളൂ, സിമ്പിൾ ആസ് ദാറ്റ്. അവസാനം നമ്മൾ ഇവിടൊക്കെ തന്നെ എത്തും. പിന്നെ എനിക്കൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. എനിക്കിതിൻ്റെ ഇടയിൽ കുറച്ച് പരസ്യമൊക്കെ ചെയ്ത് കുറച്ച് അങ്ങനെ പണി പിടിക്കാൻ പറ്റി. അതുകൊണ്ട് പട്ടിണി അടക്കാതെ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ഇങ്ങനെ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തുടങ്ങുക. കാരണം സിനിമ ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് എത്തില്ല, നമ്മൾ അങ്ങോട്ട് ചെന്നാൽ തന്നെ എത്തുള്ളൂ. പിന്നൊന്ന്, ഇത് ആക്ച്വലി നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ടു ഷോ യുവർ ടാലന്റ്, ടു ഏൺ. സാധാരണ പണിയെടുക്കുന്നവരെക്കാളും കാശ് കിട്ടുമെന്ന്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇതുകൊണ്ടാണ് എത്തിയതെന്ന്. അതൊക്കെ തന്നെ, അതുകൊണ്ടൊക്കെ തന്നെ എത്തിയത്. കാശ് വേണം മനുഷ്യനെ ജീവിക്കാൻ. കാശില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെ ക്രിയേറ്റീവായി പരിപാടി ചെയ്യുന്നവർ ഇങ്ങനെയൊക്കെയല്ലേ കാശുണ്ടാക്കുക. ഡോട്ട്. സോ കഴിവുള്ളവൻ കഴിവ് കാണിക്കുക. അത് നാലാൾ അറിയട്ടെ. കഴിവ് കേട് കാണിക്കരുത്. ബി ലൈക്ക് രൺവീർ സിംഗ്. ചാടി ചാടി നിൽക്കടേ. നിങ്ങളുടെ അവസരവും നിങ്ങളുടെ അടുത്തേക്ക് വരും. അത് വരുമായിരിക്കും.